എല്ലാവർക്കും എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ജാസ്മിൻ. അതെ, ഞങ്ങളിപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് വന്നിരിക്കുന്നത്. നല്ല കാറ്റാട്ടോ ഇവിടെ. നല്ല കാറ്റ്, നല്ല വയൽ, പച്ചപ്പ്, നല്ല ശുദ്ധമായ ഓക്സിജൻ. ഇവിടെ നല്ല ഒരു കുളം കണ്ടോ, എന്ത് ഭംഗിയ കുളം കാണാനായിട്ട്. ഇവിടെ നിന്ന് പോകാനേ തോന്നില്ല വന്നു കഴിഞ്ഞാൽ. നല്ല ഫ്രഷ് എയറാണ്. ഇവിടെ താമസിച്ചാലോന്നും കൂടി ആലോചിക്കുന്നുണ്ട്. കാരണം ഇവിടെ എന്താ പൊല്യൂഷനൊന്നുമില്ല, നല്ല ശുദ്ധമായ ഓക്സിജൻ. എന്താ പറയുക, ഒരു AC-യിൽ വന്ന മാതിരിയുണ്ട് ഇവിടെ വന്നിട്ട്. ഇവിടെ പോകാനേ തോന്നുന്നില്ല കേട്ടോ. ഇത് ഭംഗിയ കാണാനായിട്ട്. നോക്കുന്നത് പച്ചപ്പാണ്. നല്ല പച്ചപ്പുണ്ട് കേട്ടാ, വയല്, നല്ല പച്ചപ്പുണ്ട്. തൃശ്ശൂരിൻ്റെ ഒരു എന്താ പറയാ, ഒരു ഏരിയയാണ് തൃശ്ശൂർ. ഒരു ഏരിയ അവിടേക്ക് കണ്ടെടുക്കാൻ തോന്നുന്നു. അത്ര ഭംഗിയാണ്. എന്നിട്ട് എന്തോ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ. അവിടെ നിൽക്കട്ടെ. ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഒരു നല്ല ഒരു എന്താ പറയാ, ഗുണമുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും നല്ല ഒരു എന്താ ജീവിതത്തിൽ അത് ഫോളോ ചെയ്താൽ ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാം. അപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരാൾ രാവിലെ എണീക്കുന്നു. ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു ഡയറ്റീഷ്യനാണ്, ഞാൻ യോഗ ടീച്ചറാണ്, യോഗ എന്ന് വെച്ചാൽ ഇൻസ്ട്രക്ടറാണ്, പിന്നെ ഞാൻ ആണ് ഒരു കൗൺസിലറാണ്. അപ്പോൾ ഇതെല്ലാം മൂന്നും കൂടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പകർന്നു തരാൻ പറ്റും, മനസ്സിലാക്കി തരാൻ പറ്റും. നിങ്ങൾക്ക് എന്താ പറയുക, അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ പറ്റും. എന്ന് വെച്ചാൽ ഞാൻ അത്ര അറിവുള്ള ആളൊന്നും അല്ല കേട്ടോ. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റും, അറിയുന്ന കാര്യങ്ങൾ. കാറ്റിനെ കൊണ്ട് പോകുന്നോളൂ. അത് വേണ്ട, കാര്യങ്ങൾ പറയും വേഗം. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാലേ, നമ്മുടെ ഭക്ഷണ രീതിയാണ്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെയുള്ള പഴങ്കഞ്ഞി ചൂനിയമളകാവും കാലത്ത് അല്ല നമ്മൾ അത് നല്ലതാണ്, ഹെൽത്തി അല്ലേ. പണ്ടൊക്കെ ആൾക്കാർ പഴങ്കഞ്ഞിയൊന്നും കുടിച്ചിട്ട് ജീവിച്ചത്. പഴങ്കഞ്ഞിയുടെ കാര്യമല്ല. ആ കാറ്റത്ത് മുടിയൊക്കെ ഇങ്ങനെ പാർന്നു കിട്ടുണ്ടല്ലോ, കാറ്റ് കൊണ്ടുപോകുന്ന അത് പിടിച്ചാൽ കിട്ടില്ല. എന്താ പറയാ, അത് ചുരുളമുടിയായ കാരണം മുടി അങ്ങനെ പോട്ടെ. എന്നിട്ട് എന്താ കാലത്ത് കഴിക്കണ്ടേ? രാവിലെ കഴിക്കേണ്ട, നമ്മൾ രാവിലെ കഴിക്കേണ്ട ഭക്ഷണം എന്ന് വെച്ചാൽ, ഞാൻ പറയുകയാണെങ്കിൽ രാവിലെ രാവിലെ എണീക്കുന്നത് പോലത്തെ നമുക്ക് അതിന് പ്രാധാന്യമുണ്ട്. രാവിലെ എണീക്കുന്ന സമയം പ്രാധാന്യമാണ്. ഫ്രൂട്ട്സ് ഒക്കെ എല്ലാവർക്കും കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുമോ? കുടുംബം വെളുക്കില്ലേ? ഉറപ്പായിട്ടും കഴിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഫ്രൂട്ട്സ് കഴിക്കുന്ന വിഷമില്ലാത്ത ഫ്രൂട്ട്സ് ആയിരിക്കണം. ഏതാ വിഷമില്ലാത്ത ഫ്രൂട്ട്സ് ഒന്ന് പറഞ്ഞേ. വിഷമില്ലാത്ത ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എന്താ പറയാ, മുടി തന്നെ മോൻ കാണാനില്ല കേട്ടാ. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഈ പപ്പായ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ വീട്ടിൽ നട്ടാണ്ടാവും. അത് നല്ല ഫ്രൂട്ടല്ലേ പപ്പായ? അതെ, അത് നല്ല ഫ്രൂട്ടാണ്, കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് ആപ്പിളും മുന്തിരിയിലൊക്കെ ആണല്ലോ. ശരി, ഉച്ചക്കത്തെ ഭക്ഷണം മുഖമൊന്നും ഇല്ലേ? അത് പിടിച്ച് കെട്ടിച്ചേ കാറ്റുകാരോടൊന്നും പറയാതെ അത് പിന്നിലേക്ക് എടുത്തിട്ടെന്നാ. അങ്ങനെ മതി പറഞ്ഞോ. അപ്പൊ നമ്മുടെ ഒരു ദിവസത്തെ ഭക്ഷണം എന്ന് പറയുമ്പോൾ അതില് ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ ഈ അസുഖങ്ങൾ നമ്മൾ തന്നെ നമുക്ക് കൊണ്ടുവരും. അത് നമ്മളത് എത്ര സൂക്ഷിക്കാമോ അത്രയും നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അസുഖങ്ങളും നമ്മുടെ വാറയ്ക്ക് മാത്രം നിൽക്കുള്ളൂ, നമ്മുടെ അടുത്തേക്ക് വരട്ടെ. അതിനിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ രാവിലെ എണീക്കുന്നത് മുതൽ ഭക്ഷണം, രാവിലത്തെ ഉച്ചയ്ക്ക് വൈകിട്ടുള്ള ഭക്ഷണം, ഇതെല്ലാം ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഓരോരുത്തർക്കും അത് ഗുണം ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരികയാണ്. ഞാൻ ഫോളോ ചെയ്യുന്ന അങ്ങനെയാണല്ലോ. ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കുന്ന എനിക്കൊരു അസുഖമില്ല, അങ്ങനെ ഞാൻ ഇരിക്കുന്നു. അപ്പോൾ അതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്നതിനൊരു സമയമുണ്ട്, പിന്നെ അതിൻ്റെ അളവുണ്ട്. അത് കഴിക്കേണ്ട ഒരു എല്ലാ ഫുഡും കൂടിയിട്ട്, അതായത് നമ്മൾ കഴിക്കേണ്ട ഒരു രീതിയില്ല. അപ്പോൾ എല്ലാം ഞാനത് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ രാത്രിയിലത്തെ ഫുഡ് കഴിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. രാത്രി എത്രയും നേരത്തെ കഴിച്ചാൽ അത്രയും നല്ലതാണ് പറയുന്നത്. ഞാൻ യോഗ ഇൻസ്ട്രക്ടർ ആയതുകൊണ്ട് യോഗയിൽ പറയും നമ്മൾ ഫുഡ് 3 നേരം കഴിക്കുന്നത് അത്ര ഹെൽത്തി അല്ല എന്ന് പറയും. ഇപ്പോൾ യോഗയിൽ പറയുകയാണെങ്കിൽ രാവിലെ കഴിക്കുന്നവൻ യോഗി, ഉച്ചയ്ക്ക് ഒരു നേരം കഴിക്കുന്നവൻ യോഗി, 2 നേരം കഴിക്കുന്നവൻ യോഗി, 3 നേരം കഴിക്കുന്നവൻ യോഗി. അങ്ങനെയാണ് പറയുക യോഗയിൽ. അപ്പോൾ യോഗയിൽ പറയുകയാണെങ്കിൽ ഒരു നേരം
നേരം 2 നേരം മാത്രം ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ കഴിക്കുന്നവരൊന്നും ഇല്ലല്ലോ. കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എത്ര 3 നേരം കഴിച്ചാലും 4 നേരം കഴിച്ചാൽ നമ്മൾ അളവ് കുറയ്ക്കുക. അതാണ് ഭക്ഷണത്തിന് അളവ് കുറയ്ക്കുക. വയറ് നിറയാനായിട്ടിരിക്കുന്നത് ഒരു 1/4 ഭാഗം വയറിട്ടിട്ടേ കഴിക്കാവൂ. പിന്നെ നമ്മൾ എന്താ പറയുക, വിശപ്പുണ്ടെങ്കിൽ മാത്രം ആഹാരം കഴിക്കുക, ഇല്ലെങ്കിൽ കഴിക്കാതിരിക്കുക. അത് നമ്മുടെ ദഹനത്തെ ശരിക്കും ബാധിക്കും. പിന്നെ ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരു അസുഖം കണ്ടുവരുന്നുണ്ട്. അസുഖമല്ല അത് ഫാറ്റി ലിവർ. അത് അസുഖം എന്ന് പറയാനായിട്ട് കുറേ കോംപ്ലിക്കേറ്റ് ആവുമ്പോഴാണ് അത് അസുഖം എന്ന് പറയാൻ പറ്റുള്ളൂ. ജീവിതശൈലി രോഗം കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ കാരണങ്ങളും ഒക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് ഇപ്പോൾ ഇനി കമൻറ്റ് ഇട്ട് എന്തെങ്കിലും ചോദിക്കുന്നെങ്കിൽ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്നോട് പിന്നെ എൻ്റെ നമ്പർ വേണമെങ്കിൽ താഴെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. എൻ്റെ നമ്പറിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം നിങ്ങളുടേതായ ഓരോ സംശയങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ ഓരോ കാര്യങ്ങളും മറുപടി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അത് വിളിക്കാനൊരു സമയമുണ്ട്. രാത്രി 8 മണി കഴിഞ്ഞാൽ ഞാൻ ഫോൺ എടുക്കില്ല. നിങ്ങൾക്ക് പകല് വിളിക്കാം. പകല് വിളിച്ച് എന്ത് കാര്യം ക്ലിയർ ചെയ്യും. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും ആ ഭക്ഷണം കഴിക്കുമ്പോഴും അതെല്ലാം അത് ചവച്ചരച്ച് കഴിക്കുമ്പോഴും നമ്മൾ അത് ആസ്വദിച്ച് കഴിക്കുക. ആ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കുക. വേറെ എവിടേക്കും ശ്രദ്ധ വേണം. ചിലരുണ്ട് ടി വി കണ്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ആ ഭക്ഷണം ആസ്വദിച്ച് ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ച് ആസ്വദിച്ച് കഴിക്കണം. ശരി, നമുക്ക് അതിൽ നിന്ന് ബ്ലഡും എന്താ പറയുക വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ഇല്ലെങ്കിൽ നമുക്കത് ഇങ്ങനെ ഡൈജസ്റ്റ് ആവാതെ ഇങ്ങനെ കിടക്കും. നമ്മൾ മറ്റാരോടും സംസാരിച്ച് പിന്നെ ടി വി കണ്ടുകൊണ്ടിരുന്ന് കുറിച്ച്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക. അതുപോലെ വെള്ളം കുടിക്കുമ്പോഴേ നമ്മൾ സിപ്പായിട്ട് വെള്ളം കുടിക്കുക, നിർത്തി വെള്ളം കുടിക്കുക. ആ ഓരോ കവിള് വെള്ളവും നമ്മുടെ കിഡ്നിയിലേക്ക് ഇങ്ങനെ ലോഡായിട്ട് ചെല്ലുക. കിഡ്നിക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്ന അളവ് എത്രയാണെന്ന് വെച്ചാൽ അത് ഞാൻ പറയാം. ഒരാൾക്ക് 2 വെള്ളം മതിയോ? 3 പിന്നെ ഓരോരുത്തരുടെ ശരീരപ്രതിനനുസരിച്ചാണ് വെള്ളം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഉറക്കം മെയിനായിട്ട് വേണം. അത്യാവശ്യം ഇല്ലാതിരുന്നാലും പല പല അസുഖങ്ങളും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഉറക്കത്തിന് വളരെ പ്രാധാന്യം. അത് നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് വെച്ചാൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 3 പിറ്റേ ദിവസം എണീക്കുന്നത് ഒരു 4-5 മണിക്കെങ്കിലും. ആ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യണം. രാവിലെ എണീറ്റ് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ എക്സസൈസ് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്തിരിക്കും. അതുപോലെ യോഗ ചെയ്യാം, അല്ലെങ്കിൽ നടക്കണം, അല്ലെങ്കിൽ ഒരു സൈക്കിൾ, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സസൈസ് രാവിലെ ഒരു 10 മിനിറ്റെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ 20 മിനിറ്റ്. അതിനുശേഷം നമ്മൾ വേർപ്പടങ്ങിയതിന് ശേഷം കുളിക്കുക. വേർപ്പടങ്ങിയതിന് ശേഷം നമ്മൾ കുളിക്കുക. നല്ല കാറ്റാണ് കേട്ടോ. കാറ്റനുസരിച്ച് ഇങ്ങനെ പോകും. ഞാനിവിടുന്ന് ഇങ്ങനെ മുടി പറന്ന് ഞാനും പറന്നു പോകുമ്പോഴുണ്ട് കാറ്റ് കൊണ്ടുപോകും. ഇവിടുന്ന് എനിക്ക് പോകാൻ തോന്നുന്നില്ല. അത്ര നല്ല പെരണ്ട് പുഴയിലേക്ക് പോണ്ടാട്ടാ. അത്ര സുഖമാണ് ഇവിടെ നിന്നിട്ട്. ആ, എന്നിട്ട് ബാക്കി പറഞ്ഞ അപ്പൊ അല്ല, ഈ ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി. ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ടേ? സംഭവങ്ങൾ കുറെ ഉണ്ടല്ലേ? അത് ചെയ്തോളും. നമ്മളിങ്ങനെ നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും. നമ്മളോട് ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്തല്ലേ? പിന്നെ നമ്മൾ ആരോടും പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പാടില്ല. അത് അവർക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ അവർ ഉറപ്പായിട്ട് 100% അവർ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്തിരിക്കും. വേണമെങ്കിൽ അവർ മറ്റുള്ളവർക്ക് ഉപകാരമാകാൻ വേണ്ടി ഷെയറും ചെയ്യും. അങ്ങനെയാണ്. നല്ല ഫ്രണ്ട്സ് അല്ലേ എല്ലാവരും. അപ്പൊ രാത്രിയിലത്തെ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞില്ല. രാത്രി ഫുഡ് കഴിക്കുന്നത് ഒരു 6 മണി. ഞാൻ ഉള്ള എൻ്റെ കാര്യം പറഞ്ഞാട്ടോ. ഞാൻ കഴിക്കുന്ന ഒരു 6 മണിയാകുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. 6 മണി കഴിഞ്ഞ് ഞാൻ പിന്നെ ഫുഡൊന്നും കഴിക്കില്ല. അത് ലൈറ്റായിട്ട് കഴിക്കുക. ചിക്കൻ ബിരിയാണി കിട്ടിയാലും കഴിക്കില്ലേ? ഇല്ല, ഞാൻ ചിക്കൻ ബിരിയാണി ഒന്നും കഴിക്കില്ല. രാത്രി കഴിക്കുന്നത് വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കില്ല. വളരെ ലൈറ്റായിട്ട് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. അതുപോലെ കഴിക്കുന്ന ഫുഡിന് അതിന് അളവുണ്ട്. അളവ് കുറച്ച് കഴിക്കുക. കഴിക്കാതിരിക്കേണ്ട ആവശ്യമില്ല, കഴിക്കുക. എന്നിട്ട് എന്താ വെച്ചാൽ പിന്നീട് നമ്മൾ വെള്ളം കുടിക്കുക ആവശ്യമുണ്ട്. അല്ലാതെ ഉറങ്ങുന്ന സമയം വരെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കഴിക്കാൻ പാടില്ല. നമ്മുടെ ശരീരത്തിന് അത്ര ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിന് വളരെ കുറച്ച് ഭക്ഷണം മതി. ആ ഭക്ഷണം നമുക്ക് കഴിച്ചാൽ അസുഖങ്ങളൊന്നും വരാതിരിക്കും. നമുക്ക് എന്താ പറയുക, അപ്പുറം ഇപ്പം എല്ലാവർക്കും പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അസുഖങ്ങളില്ലാത്തവരാരുമില്ല. ചെറിയൊരു അസുഖം പോലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എല്ലാവർക്കും. പിന്നെ ഞാൻ ഈ ഫാറ്റി ലിവറിനെ പറ്റിയിട്ട് ഇപ്പോൾ പറയാൻ വന്നത്, അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇത്രയും ഓടി ഫുട്ബോൾ കളിച്ച് ഇത്രയും എക്സസൈസ് ചെയ്ത് നടക്കണമെന്ന് മറഡോണ, അങ്ങേര് ഇന്ന് അറ്റാക്കായിട്ട് മരിച്ചു. അതെന്താ കാരണം? 60 വയസ്സ്. 60 വയസ്സ് പിറന്നാൾ ആഘോഷിച്ച ആകെ ഒരു 10 ദിവസം ഉണ്ടായുള്ളൂ. ഓടിക്കളിച്ച ഫുട്ബോളറല്ലേ, ലോകത്തെ ഏറ്റവും വലിയ ഫുട്ബോളറല്ലേ. അതെ. ആളുടെ സംഭവം എന്ന് വെച്ചാൽ
ആ അത് ശരിയാ. കുറേ ഫുഡ് അങ്ങോട്ട് വലിച്ചു വാരി കഴിക്കുക. അതും ഇതും ബീഫും മുട്ടയും അതും ഇതും. ചിലർ ജിമ്മിൽ പോകുന്നുണ്ട്. എനിക്ക് അതായത് അതെന്താണ് മസിൽ പവർ. അവരെന്താണ് പ്രോട്ടീനാണ് കൂടുതൽ കഴിക്കുന്നത്. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് അത്ര. അപ്പൊ നമ്മുടെ നടൻ മമ്മൂട്ടി കഴിക്കുന്ന പോലെയുള്ള ഭക്ഷണം. മമ്മൂക്കാനെ ഞാൻ കമ്പയർ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ മമ്മൂക്ക കഴിക്കുന്നതും മറ്റുള്ളവരെ എനിക്ക് പറയാൻ പറ്റില്ല. പ്രോട്ടീൻ അധികം നമ്മുടെ ആവശ്യമില്ല ശരീരം. ഒരു 30% പ്രോട്ടീൻ ഒരാൾക്ക് ആവശ്യമുള്ളൂ. ഒരു 60% കാർബോഹൈഡ്രേറ്റും ഒരാൾക്ക് അത്യാവശ്യമുള്ളൂ ശരീരത്തിൽ. അല്ലാതെ കുറേ പ്രോട്ടീൻ വായിച്ചാൽ ജിമ്മിൽ പോകുമ്പോൾ പ്രോട്ടീൻ നല്ല മസിൽസിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ കഴിക്കും കൂടുതൽ. അത് കിഡ്നിക്ക് ഡാമേജാണ്. ലാസ്റ്റ് അത് കിഡ്നി അടിച്ചു പോകും. പ്രോട്ടീൻ ആർക്കും അറിയില്ലെന്ന് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കുക, കാർബോഹൈഡ്രേറ്റ് വളരെ കുറച്ച് എല്ലാം മിക്സ് ചെയ്ത് കഴിക്കണം. അപ്പോൾ ഇനി ബാക്കിയെല്ലാം ഞാൻ അടുത്ത എപ്പിസോഡ് പറയും. ഞാനിപ്പം അടുത്ത് ഞാൻ കുറേ ഇങ്ങനെ കറങ്ങി ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയി, എന്താ പറയുക, ചിറക്കിലൊക്കെ പോയി തളർന്നിരിക്കുകയാണ്. ഇനി യാത്രയിലാകെ എന്താ പറയുക ടയേർഡായിട്ടുണ്ട്. ഇനി എല്ലാവർക്കും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.